നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഗ്രാമഫോൺ എന്ന ചിത്രത്തിലെ എന്തേ ഇന്നും വന്നില്ല എന്ന ഗാനമാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. അപ്പോൾ ഈ ഗാനത്തിന് ഒരുപാട് പേരുടെ റിക്വസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും ഈ വീഡിയോയിൽ നമുക്ക് ആ ഗാനം ഒന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഓൺ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഈ ഗാനം ഞാൻ പറയുന്നത് ഡി സ്കെയിലാണ്, അതായത് ശ്രുതി 2. അപ്പോൾ ഡി സ്കെയില് മേജർ സ്കെയില് ഞാനൊന്ന് വായിക്കാം. അതാണ് ഡി സപ്തസ്വരങ്ങൾ വരുന്നത്. ഇനി ഈ ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഹിന്ദുസ്ഥാനി രാഗമായ ദേശ് രാഗത്തിലാണ്. അപ്പോൾ ദേശ് രാഗത്തിൻ്റെ ആരോഹണം ഞാൻ പറയാം. അപ്പോൾ കുറച്ചും കൂടി നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. അതായത് ഇതാണ് ആരോഹണം വരുന്നത്. സാരി മാപ്പ നീസ. ഇനി അവരോഹണം വരുന്നത് അതായത് ആരോഹണത്തിൽ ശുദ്ധ നിഷാദവും അവരോഹണത്തിൽ കോമൾ നിഷാദവുമാണ് ഉപയോഗിക്കുന്നത്. ഈ ഒരു പാട്ടിന്റെ ഇൻട്രോയിലൊരു ബീജിയം വരുന്നത് അത് ഈ ഒരു കുട്ടി തന്നെ വായിക്കുന്നത് സരിമാപ്പ റിമാപ്പ. അപ്പോൾ കോമൾ നിഷാദമാണ് വായിക്കുന്നത്. ഇങ്ങോട്ട് വരുമ്പോൾ ഓക്കെ. ഇനി ഈ പാട്ട് തുടങ്ങുന്നതിന് മുന്നേ ഫസ്റ്റ് ഹമ്മിങ് ഉണ്ട്. ഹമ്മിങ്ങിൻ്റെ കുറച്ചൊരു സംഗതികളൊക്കെ ഉള്ള ഒരു ഫ്രേസാണ് വരുന്നത്. അപ്പം നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഈ ഹമ്മിങ് മാത്രമാണ് ഞാൻ നോക്കുന്നത്. അത് തന്നെ കുറച്ച് പഠിക്കാനുണ്ടാവും, കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ ആ ഹമ്മിങ്ങിൻ്റെ ഫസ്റ്റ് ഫ്രേസ് ഞാൻ പറയാം. അതായത് അങ്ങനെയാണ് തുടങ്ങുന്നത്. അപ്പോൾ അതായത് അങ്ങനെ വായിക്കാം. ഗാമ ദ സനി സനി ദ നി സ സ സ ഗാമ ദ സനി സനി ദ നി സ സ സ. ഇവിടെ കോഡ് വെക്കുക, ഡി കോഡ് വെക്കുക. അതായത് സ ഗ പ. നെക്സ്റ്റ് ഫ്രേസ് വരുന്നത് കടവത്ത്. അപ്പോൾ അത് പ്ലെയിൻ ആയിട്ടല്ല വായിച്ചു പോകുന്നത്. അങ്ങനെ കുറേ സംഗതികൾ വായിച്ചിട്ടാണ് അതിൻ്റെ ഒരു എഫക്റ്റ് നമ്മൾ വായിച്ചിട്ടുണ്ട്. അതായത് നീസ നീസ നീരിസ നീസ നീ ദാനി സാ 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 സരി നീരിസ നീ സാ സാ. ഇതാണ് വായിക്കുന്നത്. അതായത് നെക്സ്റ്റ് ഫ്രേസ് വരുന്നത് മണിമാരൻ വരുന്നതും
കാത്ത് ഒരു ഫ്രേസാണ് വരുന്നത്. അതിപ്പോൾ ഇതാണ് നോട്ട് വരുന്നത്. അതായത് മണിമാരൻ. പിന്നെ വരുന്നത് പിന്നെ കോമൾ ദൈവതം കൂടി ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ നിരീസ നിരീസ നിസാനി ദ ദ ദ ദിസ നിസാനി ദ ദ ദ നി. ഇവിടെ നിസാനി കഴിഞ്ഞിട്ട് ധ ദ നി ദ ദ ദ. പിന്നെ പ മ പ മ ഗ മ ഗ മ ദ പ മ ഗ മ ഗ രി ഗ. ഇത്ര നീണ്ടു നിൽക്കുന്നൊരു നോട്ടാണ്. അതായത് അങ്ങനെയാണ് നോട്ട് വരുന്നത്. അപ്പോൾ നെക്സ്റ്റ് ഫ്രേസ് വരുന്നത് കസ്തൂരി നിലാവിൻ്റെ. അപ്പോൾ അതായത് സ നി, ബേസിലെ നീ ആണ്. സ നി രി സ ഗ രി മ ഗ മ മ. പിന്നെ ഒരു സംഗതി കൂടി കൊടുക്കുക. ഗ മ പ മ ഗ മ മ മ. അങ്ങനെ വയ്ക്കുക. അപ്പോൾ കസ്തൂരി നിലാവിൻ്റെ. നെക്സ്റ്റ് ഫ്രേസ് വരുന്നത് കനവു പുൽപ്പായയിൽ. അപ്പോൾ അത് ഗമ ദാദ നിദ നിദ പനി ദ സ നിരി സ നി സ നി ദ. ഒരു സംഗതി കൂടി കൊടുക്കുക. നിരി സ നി സ നി ദ. നെക്സ്റ്റ് ഫ്രേസ് വരുന്നത് ആ ഫ്രേസാണ് വരുന്നത്. അപ്പോൾ അവിടെ നമ്മൾ അത് സനി ധനി സഗ ഗാല് കുറച്ച് ഡിലേ ആക്കുക. പിന്നെ രണ്ടാം തരിയിൽ ഗ ടച്ച് ചെയ്യുക. വീണ്ടും സാധനം വയ്ക്കുക. പിന്നെ സംഗതികൾ അത്
മദ പമ ഗമ ഗരി സാരി സ. ഫ്രേസ് ലാസ്റ്റ് അതും ഈ ഒരു വരികൾ തന്നെയാണ് വരുന്നത്. ഉറങ്ങാതിരുന്നോളെ, ഉറങ്ങാതിരുന്നോളെ. അതായത് സ ഗ മ ഉറങ്ങാ, പിന്നെ പമ, പിന്നെ പമ വീണ്ടും. അപ്പൊ അതിൽ ദ ടച്ച് ചെയ്യാം. ഗാരി, നെക്സ്റ്റ് ഗാരി, പിന്നെ സഗ രി ഗ രി സ സ. അപ്പോൾ ഇത്രയാണ് ഈ ഹമ്മിങ് വരുന്നത്. ഹമ്മിങ് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് പഠിച്ചെടുക്കാൻ. അപ്പോൾ ക്ഷമാപൂർവ്വം അത് പഠിച്ചെടുക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വായിക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഞാനത് കാണിച്ച് തരുന്ന ടെമ്പോ കുറച്ച് കുറവാണ്. അത് കുറച്ചും കൂടി ടെമ്പോയിലാണത് വായിക്കുന്നത്. അപ്പോൾ ഈ ഒരു ടെമ്പോയിലാണ് അത് വായിക്കുന്നത്. ഓക്കെ. ആ ടെമ്പോയിലാണ് കറക്റ്റ് വായിച്ചെടുക്കേണ്ടത്. പഠിക്കുമ്പോൾ ടെമ്പോ കുറച്ചിട്ട് നിങ്ങൾ പഠിച്ചെടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ കുറച്ചുകൂടെ ബുദ്ധിമുട്ടുണ്ടാവും, എന്നാലും ക്ഷമാപൂർവ്വം അത് പഠിച്ചെടുക്കാൻ ശ്രമിക്കുക. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഹമ്മിങ് കഴിഞ്ഞിട്ട് പിന്നെ ഒരു BGM വരുന്നുണ്ട്. ഇങ്ങനെ തുടങ്ങുന്നൊരു ഹമ്മിങ്. ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കാണാത്തവരത് നോക്കിയിട്ടൊന്ന് വായിച്ചെടുക്കുക. ഹമ്മിങ് കഴിഞ്ഞതിന് ശേഷമാണ് പല്ലവി തുടങ്ങുന്നത്. അപ്പോൾ പല്ലവിയും അനുപല്ലവിയും ഞാൻ മറ്റൊരു വീഡിയോയിൽ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് ആവശ്യമുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് അടുത്ത പല്ലവി അനുപല്ലവി വീഡിയോയുമായിട്ട് വരുന്നവരെ ബൈ.